വീട് പണി നടക്കുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ ചെയ്യുമ്പോൾ തേക്കിലൊക്കെ വലിയ മരം എടുത്ത് തീർന്ന് അതിനെ ഫിനിഷ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കൊക്കെ ആകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൈസ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒറിജിനൽ വുഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു സ്റ്റെയറിന് വരുമ്പോൾ 4000 or 3500 വരും. ഏകദേശം നമുക്ക് 1500-2000 റുപ്പീസ് നമ്മൾ യൂസ് ചെയ്യുന്ന മരം പോലെ കിട്ടും. തേക്കാണെങ്കിലും നിർബാണെങ്കിലും അതിന് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു ഫീൽ ഗുഡ് ഉണ്ട്. ശരിക്കും ഒരു വുഡിന്റെ അതേ ഫീൽ ഉണ്ട്. തൊടുമ്പം തന്നെ ഒരു വുഡിന് ഫീൽ കിട്ടും. അപ്പൊ ഏകദേശം നമുക്ക് പ്രൈസിലേക്ക് കുറച്ചും കൂടി ഡിഫറൻസിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ആ പ്രൈസിലും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫിനിഷിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത. ഇതിലിപ്പോൾ ഞങ്ങൾ പലതരത്തിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ കാണുന്ന അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും നമുക്കത് തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സേവിങ്സിലും അതുപോലെ തന്നെ ഒരു ഏകദേശം 10 വർഷത്തോളം വാറണ്ടി ഒന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സമയമാണ്. നമ്മൾ ഈ ഒരു രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് ഒരു സ്റ്റെയർ കേസ് സിമ്പിളായിട്ട് ചെയ്ത് പോകാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ മറ്റേ മരം മുറിച്ച് ഈർന്ന് ഫിനിഷ് ചെയ്ത് അത് ചിലപ്പോൾ മരം എടുത്തിട്ടുള്ള മരം ചിലപ്പോൾ എന്താ പറയുക കാതിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലുള്ള ഒരു സ്റ്റെയർ കേസോ അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഇന്റീരിയറോ എന്ത് കാര്യത്തിനും എസാ ഹോംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.